ഹലോ, നിങ്ങൾ എവിടെ എത്തി? ഞാനിവിടെ എത്തി. താമസിക്കൂ, എനിക്കിവിടെ ആരും പരിചയമില്ല. വേഗം ഒന്ന് വരൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ബാബു സാറേ. ഗുഡ് മോർണിംഗ്. ഉള്ള മുടിയുടെ കളയോ സാറേ? ബാലൻ സാറേ, ഈ മുടി കൊച്ചു തടയാനേ നന്നായിട്ട് മസാജ് ചെയ്താൽ മുടി വളരുമെന്ന് പറയുന്നത് ശരിയാണ് സാറേ? ബാലൻ സാറേ, ഈ മസാജ് ചെയ്താലേ നന്നായിട്ട് മുടി വളരുമെന്ന് പറയുന്നത് സാറേ, ശരിയാണ്? ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഉള്ള മുടി കൂടെ കളഞ്ഞിട്ട് എന്തിനാ സാറേ? ഇതൊക്കെ ഹോർമോണിന്റെ പ്രശ്നങ്ങളാണ് സാർ, പേടിക്കണ്ട. ദേവി ബിജുവേ, സാറേ ചായ കുടിച്ചോ? ഓ ഇല്ല സാറേ. രാവിലെ തിന്നാൻ പുട്ട് മതിയോ അതോ ഇന്നലത്തെ പോലെ പൊറോട്ടയും കറി അത് മതിയാ? സാറിന്റെ ഇഷ്ടം. നാറി അവന്റെ പൊറോട്ടയും കറി. പൊടം പൊടം പൊടോ. കുമാരോ സാറേ, അവൻ ഇന്ന് ഇറങ്ങാണത്. ഇന്നിങ്ങനെ പിടിച്ചിട്ട് നൂറില്ല സാറേ. അവൻ നൂറുണ്ടോ സാറേ? അവൻ കാണിച്ചതെല്ലാം സാറ് മറന്നോ സാറേ? ആ മര്യാദയ്ക്ക് അവൻ ആ ഉരുപ്പിടി കൊടുത്തിരുന്നെങ്കിൽ അന്ന് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ കാണുമായിരുന്നു. പരനാറി. ബാലൻ സാറേ, ആ ബിജുവിന്റെ കേസിന്റെ മാസ്റ്റർ ഇടുന്ന ഫയലിൽ വെച്ചേക്കണേ. ആ ശരി ശരി ശരി. മോർണിംഗ്. ആ തെഫിന്റെ പേപ്പേഴ്സ് ക്ലിയർ ആയോ? ആരാ പോന്നെ? ബാലൻ തന്നെയാണോ? സാർ ഉച്ചയ്ക്ക് ശേഷമാണ് വെച്ചേക്കണേ. വേറെ ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോവും. ആ, നിന്നെ വേറെ ഒന്നുമില്ലല്ലോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. ശരി. അവനെ ആ ഡെസ്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ, ആ വുമൻസ് ഡെസ്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ ബിന്ദുവിനോടൊന്ന് പറയണം. ചിലപ്പോൾ CI സാർ വരും. ആ പറയാം സാർ. ബാല സാറേ, ഞങ്ങളോട്ട് ഇന്ന് വല്ലതും നടക്കൂടെ? അല്ല, നോക്കാം. ഷിജുവേ, കഴിച്ചോ? ഓ കഴിച്ചു സാറേ. പിള്ള പോയോടി? എടി ചിട്ടിക്കാശ് നമുക്ക് അത് പിന്നെ കൊടുക്കാം. ആ, ഇത് കുടുംബശ്രീ അല്ലേ, വേൾഡ് ബാങ്ക് ഒന്നും അല്ലല്ലോ. ആ കുഴപ്പമില്ല. ശരി 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 സാറേ, നാടകത്തിൽ ആ ചെല്ലു പോ. ആരാണ് പഠിക്കുന്നത്? ബാലൻ സാറേ, വാ. എത്ര നാളായി കണ്ടിട്ട്? ഞാൻ ദാ ഇവളുടെ കൂടെ വന്നതാണ്. SI സാറിനെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? സാറേ, ആ ചെല്ലു ചെല്ലു, സാറാത്തുണ്ട്. ഹലോ. ബാലൻ സാറേ, ഈ ഫയലിനകത്ത് കൊടുത്തേക്കണം സാറേ. രാവിലെ തുടങ്ങിക്കോളൂ ഓരോരുത്തനൊക്കെ മെനക്കെടുത്താൻ വേണ്ടി. ഇരിക്കണം. മെമ്പറുടെ കേസിൻ്റെ വിറ്റ്നസ് വേണം. എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്തു. ഓക്കെ സാർ. ചേട്ടാ കാര്യം പറ. സാർ, മാഡത്തിന് കാണുന്നില്ല സാർ. അത് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു. മാഡം ആര് പറഞ്ഞു? മാഡത്തിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോൾ സാറാ പറഞ്ഞു ഇവിടെ വന്ന സാറിന് വന്ന് കാണാൻ. അല്ല, ആരെ കാണാതെ? സാറേ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവള് ജോലിക്ക് പോകണം. വീട്ടിലെ മാഡത്തിൻ്റെ കാര്യമാണ് ഈ പറയണത്. ഇന്ന് ജോലിക്ക് പോയപ്പോഴാണ് ഈ വിവരം അറിയണത്. അപ്പം ഈ കാര്യം ഒന്ന് സാറിൻ്റെ അടുത്ത് പറയണമെന്ന് മാഡത്തിൻ്റെ അച്ഛനാണ് പറഞ്ഞത്. മാഡത്തിന്റെ ഫോണിൽ വിളിച്ചില്ലേ? വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. ഹലോ, ഗുഡ് മോർണിംഗ് സർ.
ആരായിരുന്നു സാർ? ആ, മിലി മാത്യു ഇവിടെ ഉണ്ട് സാർ. ഞാൻ നോക്കിക്കോളാം, ഫോളോ അപ്പ് ചെയ്തോ. ഐ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ സാർ. അവിടെ ബ്ലഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സാറേ, തറയിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. അതാ ഞാൻ. ജി പറ ക്യാമറ ഇവരെ ഇവിടെ കയറ്റി. ശരി സാർ. ഓക്കെ. വാ. ബാബു സാർ. സാർ ബിന്ദു, ആ ഓക്കെ സാർ. ആ ഫയൽ എടുത്തോണേ. ആ ബാബു, ബിന്ദു, നിങ്ങൾ എൻ്റെ കൂടെ വരണം. വിജയനാണ് സ്റ്റേഷൻ ഡ്യൂട്ടി. വാ. അതെ, ഈ സ്ഥലം എവിടെയായിരുന്നു? കുമ്പേരവിടെ ഗാന്ധിനഗർ. ഓ, ആ കുമ്പ് കഴിഞ്ഞ് സെക്കൻഡ് റൈറ്റ്. അതെ അതെ. നിങ്ങളിന്ന് രാവിലെ എപ്പോഴാണ് വന്നേ? സാധാരണ എന്നും വരുന്നത് പോലെ 5-5 കാലാവുമ്പം തന്നെ വരുന്നത്. ഇന്നും അങ്ങനെ തന്നെ വരുന്നത്. ജിമ്മിലൊക്കെ പോകുന്നുണ്ട് മാഡം. കൃത്യം 6-ന് എണീറ്റ് വരാറുള്ളതാണ്. പിന്നെ 6:30 ആയിട്ടും കാണാത്തതുകൊണ്ടാണ് ഞാൻ റൂമിലോട്ടൊന്ന് പോയി നോക്കിയായിരുന്നു. അവിടെയും കാണാത്തതുകൊണ്ട് ഫോൺ വിളിച്ചപ്പോഴാണ് അത് സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞത്. ഇത് കണ്ടപ്പോഴാണ് മാഡത്തിൻ്റെ അച്ഛനെ വിളിച്ചത്. സാറാ പറഞ്ഞ് സ്റ്റേഷനിൽ പോവാൻ. നിങ്ങളുടെ മാഡം ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ആ, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ അച്ഛനോട് വരാറുണ്ട്. മിക്കവാറും മാഡം അങ്ങോട്ടാണ് പോവാറ്. രാവിലെ എത്ര മണിക്ക് വന്നെന്നാ പറഞ്ഞേ? 5 മണിക്ക്. നിങ്ങളുടെ അഡ്രസ്സ് കൂടെ ഒന്ന് പറയണേ. വീണ വിലാസം തിരുവനന്തപുരം. നമ്മൾ ഈ കാണാതായ മാഡമില്ലേ, പുള്ളിക്കാരി ആളെങ്ങനെ? ചോദിച്ചാ ഒരു വല്ലാത്ത ടൈപ്പാ സാറേ. അതുകൊണ്ടല്ലേ അവരോട് ഒറ്റയ്ക്ക് താമസിക്കുന്നു. നിങ്ങൾ 8 മണിക്ക് പോകുന്നല്ലേ പറഞ്ഞേ? ആ അതെ. അപ്പോൾ ഇവിടെ അവർക്ക് ഫ്രണ്ട്സോ അങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ആരും ഇല്ല? ഇല്ല, ഈ മാഡം സാറിന് എത്ര മണിക്കാണ് വരാറ്? അത് പറയാൻ പറ്റില്ല. ഓഫീസിൽ പണി കഴിയുമ്പോൾ നേരെ ഇങ്ങ വരാറ്. രാത്രി ഞാൻ ഇവിടെ കാണാറില്ല. എൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. പക്ഷേ പിന്നെ മാഡം എപ്പോൾ വന്നാലും രാവിലെ 6 മണിക്ക് എണീക്കാറുണ്ട്. മാഡം കണ്ണട വയ്ക്കാറുണ്ടോ? ആ ഇല്ല. പിന്നെ ഇവിടുന്ന് ഒരു കണ്ണട കിട്ടിയല്ലോ. ആ, അത് ചിലപ്പോൾ വീണയുടേതായിരിക്കും. വീണ ഇടയ്ക്കിടെ വരാറുള്ളതാ. ആരാ വീണ? മാഡത്തിൻ്റെ ഓഫീസിൽ കുട്ടിയാ. വേറെ ആരും ഇവിടെ വരാറില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, അതങ്ങനെ പറയാൻ മാത്രമായിട്ടുള്ള ഒന്നുമില്ല. ഇടയ്ക്ക് വരും. വന്നിട്ടൊരു 5-6 മാസം മുമ്പ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് മാറി. അങ്ങനെ സ്ഥിരമൊന്നുമല്ല. മാഡത്തിൻ്റെ ഓഫീസിൽ കുട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കണ്ട. ഈ പ്രത്യേകിച്ച് അല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല, അങ്ങനെ ആരുമില്ല. വീണ മാത്രമേ വരാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് മറ്റേ പയ്യൻ ഇവിടെ വരാറുണ്ട്. അവൻ ഏത് പയ്യൻ? ഓഫീസിലെ മാഡത്തിൻ്റെ PA ആയ, എനിക്ക് പേരറിയില്ല. ഈ പയ്യൻ എന്ത് കൊടുക്കാനാ വരാറ്? അറിഞ്ഞൂടെ സാറേ, 1-2 വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ. അതെ, നമ്പർ ഇത് തന്നെയല്ലേ? നിങ്ങളുടെ ഈ മാഡത്തിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? അറിഞ്ഞൂടെ സാറേ, അകത്ത് റൂമിൽ ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. സാറോ? ഇതാണ് സാർ. ഒന്ന് കൺട്രോളിലേക്ക് ചെയ്യും. ആ ബാബു ഇവിടെ. ബാബു സാറേ. സാർ, ഫോറൻസിക്കിനെ വിളിക്കും. ബാബു ഇവിടെ തന്നെ വേണം. അവന് മിലിയുടെ നമ്പർ സൈബറിലേക്ക് അയച്ചു. ആ DYSPക്ക് ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. പെട്ടെന്നാക്കാൻ പറയാം. പറഞ്ഞോ.
ആ വീട് ലോക്ക് ചെയ്തേക്കും. ആരാത്തോടെ വരുന്നുണ്ട്. റിപ്പോർട്ട് ആവാൻ വിളിക്കും. അവനെ CCTV ഒന്ന് ചെക്ക് ചെയ്ത്. സാറേ അയൽക്കാരെ മൊഴിയെടുത്തിട്ടില്ല. അങ്ങോട്ട് മാറിയിരിക്കേ. ഗുഡ് മോർണിംഗ്. ആരാ ഇവിടെ മിലിയുടെ PA? ഞാനാണ് സാർ. എന്താണ് കാര്യം? പേരെന്താണ് പിയുടെ? നന്ദു. നമുക്കൊന്ന് സംസാരിക്കണമല്ലോ എന്തോ. വാ നന്ദു ഇരിക്കേ. നന്ദു ഇന്ന് രാവിലെ എപ്പോഴാണ് എത്തിയേ? ഒരു 9 മണിയാവും സാർ. എന്താ സാർ പ്രശ്നം? മില്ലി മാഡത്തിനെ കണ്ടില്ലല്ലോ നന്ദു. PA എന്ന് അന്വേഷിച്ചില്ലേ? മാഡം വരാറാവുന്നേ ഉള്ളൂ. ക്യാബൊന്നും വിടാൻ പറഞ്ഞിട്ടില്ല. നന്ദു, മിലി ഇന്ന് രാവിലെ തൊട്ട് മിസ്സിംഗ് ആണ്. നന്ദു പറഞ്ഞില്ലേ? മിസ്സിങ്ങോ? ഞാൻ അറിയില്ല. മാഡം വീട്ടിലില്ലേ? അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ മിസ്സിംഗ് എന്ന് പറഞ്ഞേ. നന്ദു എപ്പോഴാണ് മിലിയെ ലാസ്റ്റ് കണ്ടത്? അത് ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. സമയം ഒരു 9 മണിയായി കാണും. ഇവിടെ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ID പഞ്ചിങ് അല്ലേ? ആരാത് ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, സ്റ്റാഫുണ്ട് സാർ. CCTVയോ? അതും രാഹുലിൻ്റെ സെക്ഷനാണ്. സാർ നന്ദുവിൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞേ. 9544751727. ഒരു നമ്പറേ ഉള്ളൂ? ഇല്ല, അത് ഓഫീസിന് യൂസിനുള്ളതാണ്. 9922772232. നന്ദു, ഇന്നലെ രാവിലെ മിലി വന്നു തൊട്ടുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇന്നലെ മാഡം ഒരു 11 മണിയായപ്പോൾ വന്നതാണ്. ദീപേ, എന്നാ നിന്റെ കാര്യങ്ങൾ നീ തന്നെ പോയി പറഞ്ഞോളണം. വെറുതെ എന്നെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടരുത്. അവസാനം എല്ലാം കൂടെ വന്നു വീഴുന്ന എൻ്റെ തലയല്ല. എടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. നീ ആകുമ്പോൾ ഒരു മയത്തിനങ്ങ് ചെയ്യുമല്ലോ. പ്ലീസ്. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. എത്ര സമയം ഞാൻ കിടന്ന് വിളിക്കുന്നെന്ന് അറിയോ? നീ ഇന്ന് ലീവാണോ? എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും എനിക്ക് അറിയണ്ട. എനിക്കിന്ന് കാണണം. ഞാനിവിടെ വെയിറ്റിംഗ്. മിലി, ഞാനൊരു കാര്യം. വീണേ, ഒഫീഷ്യൽ കാര്യമാണെങ്കിൽ മാനേജറിനോട് പറയും. വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ആ ഓക്കെ. നന്ദു, ഈ വീണ ആരാ?
ഈ മിലിയും വീണായിട്ടുള്ള ബന്ധം എന്തുവാ? റിലേഷനൊന്നുമില്ല. അവർ വന്നപ്പോൾ മുതൽ നല്ല കൂട്ടായിട്ടാണ് കാണാറ്. ഈ വീണയൊന്ന് വിളിക്കും. ഇല്ല, അവളൊന്ന് ലീവിലാണ്. ലീവോ? നേരത്തെ പറഞ്ഞ ലീവാണോ? ആ അതെ, വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ലീവ് റീസൺ ഇട്ടേക്കണേ. സാറേ ഒരു മിനിറ്റ്. ഈ വീണയുടെ നമ്പർ ഒന്ന് കൊടുത്തേ. ആ നമ്പർ. സാറേ സംഭവം ഇച്ചിരി സീരിയസാണ്. ഇവൻ ഈ പറയുന്നതിൽ എന്തോ പന്തികേടുണ്ട്. ഇവൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഓഫീസിൽ വന്നിട്ടുണ്ട്. കണ്ടോ സാറേ, 9 മണി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയ നന്ദു രാത്രി 10:30 തിരിച്ചു വരുന്നുണ്ട്. നടത്തം കണ്ടിട്ട് മദ്യപിച്ചിട്ടാണ് വരുന്നത്. ഇയാളെന്നാണെങ്കിൽ പുറത്തു നിന്ന് ബല, സാർ ഇതൊരു മിസ്സിംഗ് കേസ് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. സൈബറിൽ വിളിച്ചിട്ട് ഇവിടുത്തെ CCTV മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ. അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് സാർ. സാറേ കോൾ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. മിലിയുടെ ഫോൺ ലാസ്റ്റ് ഓൺ ആയിരിക്കുന്നത് വീടിനടുത്ത് തന്നെയാണ്. രാത്രി 11:30 ലാസ്റ്റ് ആക്റ്റീവ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുമുണ്ട്. വീട്ടിലെ CCTV എന്തായി? അതിൻ്റെ ഒരാഴ്ചത്തെ ഫുട്ടേജ് ഒന്നുമില്ല. ബാബു സാർ വിളിച്ചിരുന്നു. പിന്നെ അവിടെ ഫോറൻസിക് നടക്കുന്നുണ്ട്. സാർ വേറൊരു കാര്യമുണ്ട്. വീണയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. വീട്ടിൽ വിളിച്ചായിരുന്നു, അവിടെ എത്തിയിട്ടില്ല. ഒരു സംശയം തോന്നി ആ നമ്പറൂടെ ചെക്ക് ചെയ്തായിരുന്നു. ആ ലൊക്കേഷനും മിലിയുടെ വീടിനടുത്താണ് കാണിക്കുന്നത്. അപ്പം മിസ്സിങ് ഒരാളല്ല, 2 പേരാണ്.